കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവിന് യോജിച്ചതും അവിടുത്തേക്ക് തികച്ചും പ്രീതികരമായ ജീവിതം നയിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ മാനിക്കുന്നു. തന്റെ ഭക്തരിൽ ആരെയും കർത്താവ് അവഗണിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുന്ന നല്ല അംശം എന്ന് പറയുന്നത്, എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് പറയുന്നതാണ്. സ്നേഹമുള്ളവരെ, നാം ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികൾക്കും പ്രതിഫലമുണ്ട്. അവിടുന്ന് മനുഷ്യന് തന്റെ പ്രവൃത്തികൾക്കൊത്ത വിധം പ്രതിഫലം നൽകുന്നു. നാം ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന് യാക്കോബിന്റെ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാം, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവരാകാം. വചനം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇപ്പോഴും നമ്മോട് കൂടെ ആയിരിക്കുന്ന കർത്താവായ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് പറയും, കർത്താവേ, അങ്ങേ വിട്ടു പോകുവാൻ എന്നെ അനുവദിക്കരുത്. അങ്ങയോടൊത്തായിരിക്കുവാൻ എന്നെ ഇന്ന് സഹായിക്കണമേ. നമുക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം. ദിനവും ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും ദിനവും യേശുവിൻ്റെ ചാരേ. കർത്താവായ യേശുവേ, അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അങ്ങ് കൂടെയുള്ളപ്പോൾ ഞാൻ ശക്തനാണ്. നമുക്ക് പറയാം, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇന്ന് എന്നോട് കൂടെ ഇരിക്കണമേ. അങ്ങയോടൊത്തായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നു. അങ്ങേ മറന്നു യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. ഹല്ലേലൂയ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ
യേശുവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ആമേൻ. ഹല്ലേലൂയ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. കർത്താവായ യേശുവേ, മറ്റൊന്നിനാലും ഞാൻ തൃപ്തനാവുകയില്ല. ഞാൻ അങ്ങയുടെ ആത്മാവിനായി ദാഹിക്കുന്നു. ജീവന്റെ അപ്പം നൽകി അവിടുന്ന് ഇന്ന് എന്നെ സംതൃപ്തയാക്കണമേ. ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളുടെയും ആവശ്യങ്ങൾ അവിടുന്ന് നിറവേറ്റണമേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനദിയേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനദിയേ. ഓ എൻ്റെ യേശുവേ, നേസിக்கிறേ, നേസിக்கிறേ, നേസിக்கிறേ യേശയ്യാ. നേസിக்கிறേ, നേസിக்கிறേ, നേസിக்கிறേ യേശയ്യാ. ദിനവും ഉന്നോട് சேர்ந்து தினமும் உம்மாவில் சாய்ந்து தினமும் உன்னோடு சேர்ந்து தினமும் உம்மாவில் சாய்ந்து விலக முடியாது அன்பே உயிரே என்னை சுராஜா. ഓ എൻ്റെ യേശുവേ, விலக முடியாது அன்பே உயிரே என்னை சுராஜா. நேசிக்கிறே, நேசிக்கிறே, நேசிக்கிறே യേശയ്യാ. യേശുവേ, നേസിக்கிறേ, നേസിக்கிறേ, നേസിக்கிறേ യേശയ്യാ. നേസിக்கிறേ, നേസിக்கிறേ, നേസിக்கிறേ യേശയ്യാ. യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ആമേൻ. കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും ഇന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളിലും കടന്നു വരട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.